ലേഖനം 6-ാം അധ്യായത്തിന് 18-ാം വാക്യം വായിക്കും. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന ഏത് നേരത്ത്, അതിന് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, ഏത് നേരത്തെ എന്ത് വേണം? ആമേ. ഹല്ലേലൂയ. ആമേ. ഇവിടെ പറഞ്ഞ സകല പ്രാർത്ഥനയാലും യാചനയാലും. അപ്പൊ പ്രാർത്ഥനയും യാചനയാലും ഏത് നേരത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് വെച്ചാ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ആത്മാവിൽ തന്നെയാണ്, അല്ലെ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ. ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ആവശ്യകത ഇല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഏത് നേരത്തും, അപ്പം ഏത് നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കും? ആത്മാവിലായിരിക്കണം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചും, ഹല്ലേലൂയ, അവിടെ പറയുന്നത് അതിനായി ജാഗരിച്ചുകൊണ്ട്. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പം ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ആമേൻ ഈ അന്ധകാര മണ്ഡലം എപ്പോഴും വെളിപ്പെട്ട് വരുള്ളൂ, കാണാൻ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ആത്മീയമായ ലോകത്തിലാണ്, ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത് പറയുമ്പോൾ തന്നെ അവിടെ ഹല്ലേലൂയ ആമേൻ ആത്മാവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് രണ്ട് രാജ്യത്തിലാണ്. ഒന്ന് ലോകരാജ്യം, ഒന്ന് ദൈവരാജ്യം. എല്ലാവർക്കും അതറിയാം, അല്ലെ? നമ്മൾ ലോകത്തിൽ തന്നെ ദൈവരാജ്യം. ഈ ലോകരാജ്യത്തിന്റെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ പിശാച് തന്നെയാണ്. ലോകോ അതിന്റെ സകലതും പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു. നമ്മൾ അതിനുള്ളിൽ ഹല്ലേലൂയ ദൈവരാജ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ള, പക്ഷെ ലോകം യഹോവയ്ക്കുള്ളതെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ ലോകരാജ്യം ഹല്ലേലൂയ പിശാചിന് അവന്റെ രാജ്യം ഉണ്ടെന്ന് യേശു കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമുണ്ടല്ലേ? അവന്റെ രാജ്യം അവനെ തന്നെ ചിത്രിച്ചു പോയാൽ എങ്ങനെ നിലനിൽക്കും? അപ്പൊ അവനൊരു രാജ്യമുണ്ട്, നമുക്കറിയാം രാജ്യമുണ്ടെന്നുള്ള കാര്യം. ഹല്ലേലൂയ. അപ്പൊ ആ രാജ്യത്തിലാണെങ്കിലും ദൈവരാജ്യത്തിലാണെങ്കിലും ഹല്ലേലൂയ അവര് പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ്. അത് ആത്മാവിലൂടെയാണെന്ന് ആത്മാവിനെ ഉപയോഗിച്ച ദൈവരാജ്യത്തിലെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടിയാണ് ദൈവരാജ്യത്തിൽ മനുഷ്യർ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ അല്ലാത്തവരെല്ലാവരും നിൽക്കുന്നത് ലോകരാജ്യത്തിൽ സകലരുടെ ഉള്ളിൽ ഹല്ലേലൂയ പിശാചിന്റെ ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ പിശാച് എങ്ങനെയാ അവര് പ്രവർത്തിപ്പിക്കുന്നത്? ദുരാത്മാവിനെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാം, ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ കാണാൻ, നമ്മളോട് എതിർത്ത് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ കാണാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പലരും പറയുന്നതിന്റെ കാര്യം അവര് അതിനെ കാണുന്നില്ല, അവര് അതിലേക്ക് കയറുന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമുക്ക് അറിവില്ലാത്തതെല്ലാം ഇല്ല എന്നല്ല, നമുക്ക് അറിയാത്തതാണ്, അല്ലേ? അപ്പൊ പൈശാചികമായിട്ടുള്ള സകലതിനെയും തോൽപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും മാത്രമേ ഇവൻ കാരണം പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്ന മറഞ്ഞിരുന്ന, അവൻ ഇരുട്ടിന്റെ അധികാരിയാണ്. അവൻ മറിഞ്ഞിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവന്റെ ശക്തി, ബലം. നമ്മളത് എപ്പോ അവനെ കാണുന്നു അവന്റെ ശക്തി അതോടുകൂടി തീർന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പൈശാചിക ശക്തികൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് മറഞ്ഞിരുന്നിട്ടാണ്. ആ മറഞ്ഞിരിക്കുമ്പോഴാണ്, അവൻ വെളിപ്പെടാതിരിക്കുമ്പോഴാണ് അവന്റെ ശക്തി വെളിപ്പെടുന്നത്, അവന്റെ ശക്തി. പക്ഷെ നമ്മൾ എപ്പോ അവനെ കാണുന്നുവോ
എപ്പം അവനെ തിരിച്ചറിയുന്നു, ആ ആ നിമിഷം അവന്റെ ശക്തി മാറി. കാരണം വെച്ചാൽ അവൻ ഇരുട്ടിലായിരിക്കും. നമുക്ക് അവനെ കാണണമെങ്കിൽ വെളിച്ചം പ്രകാശിച്ചാലേ കാണാൻ കഴിയത്തുള്ളൂ. ഈ വെളിച്ചമാകുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, അത് എപ്പോൾ അവന്റെ മേൽ പ്രകാശിക്കുന്നു, അവന് നമ്മുടെ മേലുള്ള ആധിപത്യം കഴിയും. നമ്മുടെ മേലുള്ള ശക്തി, അവൻ നമ്മുടെ മേൽ അതുവരെ എടുത്തുകൊണ്ടിരുന്ന ബലം എന്ന് വെച്ചാൽ അവൻ വെളിപ്പെട്ടു. അവനെ വെളിച്ചത്തെ നമ്മൾ കണ്ടു. അവൻ മറഞ്ഞിരുന്നേ പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ആത്മാവിന്റെ പ്രാർത്ഥന, ആത്മാവിൽ നമ്മൾ ജാഗരിക്കുമ്പോൾ മാത്രമേ ഇവനെ നമുക്ക് കാണരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകമുള്ള കൃപാവര ശുശ്രൂഷകളുള്ള വ്യക്തികൾ ശുശ്രൂഷിക്കുമ്പോൾ ഇവൻ വെളിപ്പെടും. അതാണ് മാനിഫെസ്റ്റ് ചെയ്യും. അതുവരെ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് അവന്റെ ഉള്ളിൽ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറി അവൻ കൂട് വെച്ച് മറഞ്ഞ് ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവൻ വെളിപ്പെടും, മാനിഫെസ്റ്റ് ആകും. അതാണ് പല കൃപാവര ശുശ്രൂഷകളോർ ശുശ്രൂഷിക്കുമ്പോൾ അവൻ പൈശാചിക ശക്തിയിൽ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ എന്ന് വെച്ചാൽ അതുവരെ മറഞ്ഞിരുന്നവൻ അപ്പൊ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ സാധനം വിട്ടുപോവുകയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോടെ ആ ഉപദ്രവം, ആ പിശാചിന്റെ ഉപദ്രവം ആ വ്യക്തിയിൽ നിന്ന് പുറത്തു പോകും. കാരണം അവനെ വെളിപ്പെടുത്തി, അവൻ വെളിച്ചത്ത് വന്നു, അവൻ വെളിപ്പെട്ടു. അത്രയും നാളവൻ വർഷങ്ങളായിട്ട് അവൻ മറഞ്ഞിരുന്ന് ആ വ്യക്തി ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നാശകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവൻ ആ നാശത്തിന്റെ അധിപതിയായവൻ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വെളിപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ജാഗരിക്കുമ്പോഴാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. സ്ഥിരതയോടെ പ്രാർത്ഥന തന്നെ ഇല്ല, പിന്നല്ലേ പൂർണ്ണ സ്ഥിരത. ഹല്ലേലൂയ. പൂർണ്ണ സ്ഥിരത കാണും. അപ്പൊ പ്രാർത്ഥന എപ്പോഴും വല്ലപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്കല്ല, പൂർണ്ണ സ്ഥിരതയോടെ നമ്മൾ പ്രാർത്ഥിക്കും. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ദിവസം ഒരു സമയമെങ്കിലും സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയുന്നത് ജൽപ്പനമല്ല പ്രാർത്ഥന. ഹല്ലേലൂയ. ജൽപ്പനം എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റു ചില ആൾക്കാരുടെ തന്നെ ചില മന്ത്രങ്ങൾ തന്നെ 1000 പ്രാവശ്യം 1001 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അല്ല, അവരിലെല്ലാം വിചാരം ഇത് റിപ്പീറ്റേഷൻ വരുമ്പോൾ ഭയങ്കര പവർഫുൾ ആണെന്നാണ്. പക്ഷെ ആയിരിക്കും അവര് സേവിക്കുന്ന അന്ധകാര ശക്തി. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഗുണവുമില്ല. ദൈവം അടുത്ത് ഒരിക്കൽ പറഞ്ഞാൽ അത് കേൾക്കുന്ന ദൈവമാണ്. ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് മുടങ്ങാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വിഷയങ്ങൾ നമുക്ക് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ചില വ്യക്തികൾക്ക് വേണ്ടി ചിലതൊക്കെ ദൈവം കാണിച്ചു തന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ മുടങ്ങരുത് എന്ന് പറയുന്ന വിഷയങ്ങൾ നമുക്ക് മുടങ്ങാതെ പ്രാർത്ഥിക്കും. അല്ലാതെ ഈ പറയുന്ന കണക്ക് ഈ നൊവേനെ കൊന്തേന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇരുന്നിട്ട് 50 പ്രാവശ്യം 100 പ്രാവശ്യം 150 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതല്ല പ്രാർത്ഥന. ഞാൻ ആദ്യമായിട്ട് വിശ്വാസം വന്ന സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയെ കുറിച്ചൊരു മെസ്സേജ് കേട്ടു. ഞാൻ എന്നെ ഇടയ്ക്ക് കയറി ചോദിച്ചു, എന്താണ് ഈ പ്രാർത്ഥനയെന്ന്. കാരണം നമ്മൾ അറിയുന്ന പ്രാർത്ഥനയും ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രണ്ടാണ്. ദൈവമക്കൾ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കും. അതാകുന്ന പ്രാർത്ഥന. അതിൽ തന്നെ ഞാൻ പറയാം, അത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് പോലും മനസ്സിലാകാത്തത് ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും. അത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി തുണ നിന്ന് ദൈവത്തോട് നമുക്ക് വേണ്ടി തുണന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പ്രാർത്ഥനയാണല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില പ്രാർത്ഥനകൾ, ചില പോരാട്ടങ്ങൾ, ഇതിനെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കുന്നു. ഇതെല്ലാം ജഡീകമായി ചെയ്യണമെന്നല്ല, മാനുഷികമായി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തിനു വേണ്ടി ചെയ്യണമെന്ന് 6-ാം അധ്യായത്തിന് 6, 7, 8 വാക്യം ഒന്ന് വായിച്ച സിസ്റ്റർ.
മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നേ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്തും മനുഷ്യരല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. അപ്പം ദൃഷ്ടി സേവ ചെയ്യുന്ന മനുഷ്യരുണ്ട്, കർത്താവിന്റെ ദാസന്മാരുണ്ട്. രണ്ട് കൂട്ടരെ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മള് ഹാലയില് ദൃഷ്ടി സേവ ചെയ്യുന്ന മനുഷ്യരെ പോലെയല്ല, കർത്താവിന്റെ ദാസന്മാരെ പോലെ. കർത്താവിന്റെ ദാസന്മാരെന്താ ചെയ്യുന്നത്? കർത്താവിനെ അനുസരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു ദാസൻ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ വീട്ടിൽ ഒരു സെർവന്റ് ഉണ്ടെങ്കിൽ അവര് നമ്മളെ അനുസരിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷെ അത് ഇപ്പൊ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴത്തേനും കൂലിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നെങ്കിൽ, പക്ഷേ കർത്താവിന്റെ ദാസന്മാർ അങ്ങനെയല്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസന്മാരെ പോലെ ഇവിടെ അവര് മാതൃക കാണിച്ചിരിക്കുന്ന ദാസന്മാർ ഇന്നുള്ള കർത്താവിന്റെ ദാസന്മാരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അന്നുണ്ടായിരുന്ന കർത്താവിന്റെ ദാസന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ ദാസന്മാർ അന്നത്തെ ദാസന്മാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ. അപ്പൊ ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുമ്പോ ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെയായിരുന്നു അങ്ങനെ ക്രിസ്തുവിനെ അതേപോലെ ഫോളോ ചെയ്തിട്ടുള്ള ക്രിസ്തുവിന്റെ ദാസന്മാരെ കുറിച്ച് പറയാം. അവരുടെ ദാസന്മാർ അവരെങ്ങനെയാ ചെയ്തതെന്ന് ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. ആരും പ്രേരിപ്പിച്ചിട്ടല്ല, ഫോഴ്സ് ചെയ്തിട്ടല്ല, ആരും തല്ലിപ്പഴിപ്പിച്ചിട്ടല്ല. ഹല്ലേലൂയ. ദൈവേഷ്ടം ചെയ്ത് മനസ്സോടെ. ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏത് താഴ്ചയാണെങ്കിലും ഏത് കഷ്ടതയാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും അവിടെയെല്ലാം സന്തോഷത്തോടുകൂടെ. അപ്പം ആരുടെയും ഫോഴ്സ്ഫുള്ളി അല്ല. ഹാലയില് സന്തോഷത്തോടെ അവരെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ. ഇവിടെ പറയാം മനസ്സോട് ചെയ്ത് മനുഷ്യല്ല കർത്താവിനെ തന്നെ പ്രീതി, എന്നിട്ട് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്ത് അവര് ചെയ്ത കാര്യങ്ങളെല്ലാം അവര് സ്വന്തം മനസ്സോട് പൂർണ്ണ മനസ്സോട് കൂടി മനസ്സോട് ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പേൻ. അപ്പൊ മനുഷ്യരെ അല്ല അനുസരിക്കേണ്ടുന്നത്, കർത്താവിനെ തന്നെ. അപ്പൊ കർത്താവിന്റെ ആത്മാവ് എന്ത് പറയുന്നു അത് നല്ല പ്രീതിയോടെ സേവിച്ചുകൊണ്ട്. പ്രീതി എന്ന് വെച്ചാൽ സന്തോഷത്തോടെ. ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ പൂർണ്ണ ഹാലയിലെ ഹൃദയം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് സേവിച്ചും കൊണ്ട് ഹാലയിലെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പേ. അപ്പം സന്തോഷത്തോടെ ആയിരിക്കണം ഹാലയിലെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. അത് കർത്താവിനെ തന്നെ ഹാലയെ സേവിച്ചും കൊണ്ട് അനുസരിക്കണം. അനുസരണം എപ്പോഴും ഉണ്ട്. അവിടെ ഒരു കാര്യം മാത്രം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നു, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാത്ത കണക്കിരിക്കുന്നതല്ല. നമ്മൾ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ മനസ്സോടുകൂടി അതിനെ അനുസരിക്കണം. അല്ല മനുഷ്യരെ ദൃഷ്ടി സേവ ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരല്ല, ക്രിസ്തുവിനെ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നവരാകണം. അവിടെ പറയുന്നത് ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ദാസനാകട്ടെ സ്വതന്ത്രനാകട്ടെ ആരാണെങ്കിലും ഓരോരുത്തർ ചെയ്യുന്ന നന്മയ്ക്ക് ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഓരോരുത്തർ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിന് പ്രതിഫലം. ഇനി എന്തുകൊണ്ട് അവിടെ നന്മയെന്ന് മാത്രം പറഞ്ഞു? തിന്മയ്ക്ക് കർത്താവിന് പ്രതിഫലം ലഭിക്കുന്നത്, നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും കർത്താവിന് പ്രതിഫലം ലഭിക്കുന്നത് പറയാൻ എന്താ? നന്മ ചെയ്യുന്നവർക്ക് കർത്താവ് പ്രതിഫലം തരുന്നെങ്കിൽ തിന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം കർത്താവിൽ നല്ല വരുന്നത്. കർത്താവ് മറ്റൊരു കൂട്ടരെ ഏൽപ്പിച്ചേക്കാണ് അതിന് പ്രതിഫലം കൊടുക്കാനായിട്ട്. അവരൊന്നും ആർക്കും പ്രതിഫലം വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ തിന്മ ചെയ്യുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവമക്കളെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക്, ഒരു തെറ്റുകൾ, ഒരു കുറ്റങ്ങൾ, ഒരു കുറവുകളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ വരാം.
ചില അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അത് കാലത്തെ പലരും വിചാരിക്കും ദൈവം നമുക്ക് കാലിൽ തന്നതാന്ന് വിചാരിക്കും. കാലിൽ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ തന്ന ദൈവം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവൻ തെറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഒരുത്തനും നമ്മുടെ ജീവിതത്തിലേക്ക് കയറാനുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടി, ഒരു ആക്സസ് കിട്ടി, ഒരു വാതിൽ നമ്മളവന് തുറന്നു കൊടുത്തു. അവൻ അതുകൊണ്ട് പയ്യെ ഓടി അകത്ത് കയറും. നമ്മുടെ ശരീരം അകത്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാണ് മന്ദിരം അല്ലെ. അതിലേക്കുള്ള നമ്മളാകുന്ന ഭവനത്തിലേക്ക് നമ്മൾ തന്നെ വാതിൽ തുറന്നു കളയും. ഒരു രോഗമായിട്ടായിരിക്കും കയറുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാരിന്ന് രോഗം ഒഴിയാതെ നിൽക്കുന്നെങ്കിൽ, രോഗം ഒന്ന് മാറി രോഗത്തിന് പലവിധ രോഗങ്ങളെ അടിമകളായെങ്കിൽ ഒരു സംശയം വേണ്ട, അവരിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദുഷ്ടത, തിന്മ, ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വിരോധമായി വ്യാപരിക്കുന്ന ചില ഹല്ലേലൂയ ആമേൻ സ്വഭാവ ദൂഷ്യങ്ങളുടെ ഫലമായിട്ട് പിശാച് അവകാശം പറയുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ പൈശാചിക മണ്ഡലത്തിൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിക്കോണം. ചില സമയത്തൊക്കെ രോഗശക്തികളൊക്കെ കീറുന്നതിന്റെ കാരണം എന്തെങ്കിലുമൊക്കെ പറ്റും നമ്മുടെ. പക്ഷെ അത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതല്ല. ഹല്ലേലൂയ. ഒരുത്തൻ ഹല്ലേലൂയ അതിനുള്ള അതോറിറ്റി കിട്ടുമ്പോൾ ഹല്ലേലൂയ അവന് ഇൻവിറ്റേഷൻ ലഭിക്കും. അവൻ തന്നെ ഓടി വന്ന് കീർന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ വിട്ടുമാറുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ പറയുന്നത് നന്മയ്ക്ക് കർത്താവിന് പ്രതിഫലം പ്രാപിക്കും നിങ്ങളറിയാം. അപ്പൊ നന്മ ചെയ്യുന്നതിന്റെ പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രാപിക്കും. തിന്മ ചെയ്താൽ മറ്റൊരാൾ വന്നിട്ട് അതിന് അവകാശം പറയും. ഹലെ കയറിയിരിക്കും. ഹലെ അപ്പൊ അവിടെ എന്നിട്ട് അതുകൊണ്ടാണ് ഹലെ അവിടെ പറഞ്ഞ ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടണമെന്നൊക്കെ ഹലെ ദൈവത്തിന്റെ ആത്മാവിൽ ഹല ദൈവദാസം. അപ്പൊ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് ഹലെ പിശാചിന്റെ തന്ത്രം എതിർത്ത് അവന്റെ ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ആയുധവർഗം ഉണ്ട്. എന്തിനാ? പൈശാചിക മണ്ഡലത്തോട് എതിർത്ത്. അത് മാനുഷ്യമായിട്ടുള്ള വാളും പരിചയമല്ല, മാനുഷികമായിട്ട് ജഡികമായിട്ടുള്ള ഒന്നുമല്ല. അവിടെ ആത്മീയമായ ചില ആയുധങ്ങൾ, സ്വർഗീയമായ ചില ആയുധങ്ങൾ. ഈ സ്വർഗീയ ആയുധങ്ങളെ ഹാലിയിൽ എടുത്ത് ധരിക്കണം. ചിലവരെ പിശാചില്ല, പോരാട്ടമില്ല, ആത്മാവിന്റെ പ്രാർത്ഥന ആവശ്യമില്ല, ആത്മശക്തിയുടെ ആവശ്യമില്ല. 1-ാം നൂറ്റാണ്ടിൽ ആയിരുന്നത് വേണ്ടിയിരുന്ന അന്നങ്ങ് അപ്പോസ്തലന്മാരിരുന്ന മാളികമുറിയിൽ ഇറങ്ങി. ഇന്ന് അതിന്റെ ആവശ്യകത ഇല്ലെന്ന് പറയണ എഫേസ്യ ലേഖനം 6-ാം അധ്യായം നമ്മുടെ ബൈബിളിൽ നിന്ന് കീറി മാറ്റി വെക്കാൻ പറയണം. ഹല്ലേലൂയ. പൈശാചികമായ പോരാട്ടമില്ലെങ്കിൽ ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം നമ്മൾ ധരിക്കേണ്ട ആവശ്യകതയില്ല. ഹല്ലേലൂയ. പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞ മറഞ്ഞിരുന്നിട്ട് ഇരുട്ടിന്റെ ബലത്തിലാണ്, ഇരുട്ടിന്റെ ശക്തിയിലാണ് വെളിപ്പെട്ട് വന്നിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവനെ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏക ആയുധമാണ് ആത്മാവിന്റെ പ്രാർത്ഥന. അവൻ വെളിപ്പെടണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം, ജാഗരിക്കണം. അഭിഷേകത്തിന്റെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ മാനിഫെസ്റ്റ് ആകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വെളിപ്പെടണം. ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വെളിപ്പെടും. എന്തുവരാ? അതെന്താ? മനുഷ്യരുടെ വെളിച്ചമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. ഈ മനുഷ്യരുടെ വെളിച്ചമായി വരുമ്പോഴാണ് ആ വചനം ആത്മാവിന്റെ റെവലേഷനിലൂടെ പറയുമ്പോഴാണ് അതിൽ ജീവൻ വ്യാപരിക്കുന്നത്. വെറുതെ ജീവൻ വ്യാപരിക്കത്തില്ല. ബുദ്ധിയിൽ വചനം പറഞ്ഞ ജീവൻ വ്യാപരിക്കത്തില്ല. അപ്പൊ ആ ജീവൻ വെളിപ്പെട്ടാൽ ആ ജീവനിൽ വെളിച്ചമുണ്ട്. അത് മനുഷ്യരുടെ വെളിച്ചമാണ്. ആ വെളിച്ചം വരുമ്പം ആ വെളിച്ചത്തിന്റെ പ്രകാശത്തിലാണ് ഹല്ലേലൂയ എന്താ സംഭവിക്കുന്ന? പൈശാചിക മണ്ഡലം വെളിപ്പെടുത്തുള്ളൂ. അപ്പോൾ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിന്? ആത്മാവിൽ ജാഗരിക്കണം, ആത്മാവിൽ വചനത്തെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ കാണുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ മറഞ്ഞിരിക്കുന്ന ചിലതൊക്കെ വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയാറുണ്ട് ഹല്ലേലൂയ ഞങ്ങൾ വർഷാവസ്ഥ എന്നിട്ട് 15 വർഷമേ 20 വർഷമേ, പക്ഷെ ഇതുവരെ വെളിപ്പെടാത്ത ഈ പിശാചിന്റെ അത് വെളിപ്പെടുമ്പോൾ അത് തന്നെ പറയും എത്ര വർഷമായി ഇതിലിരുന്ന് കയറിയിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചിലപ്പോൾ പറയും ഞാൻ 15 വർഷമായിട്ട് 20 വർഷമായിട്ട് 25 വർഷമായിട്ട് ഇവിടെ കൂടെ തന്നെ ഉണ്ട്. നേരത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ദേവദാസൻ പറഞ്ഞ കാര്യം. ഹല്ലേലൂയ പിശാചിന് പുറത്തു പറയുമ്പോൾ ഞാൻ പുറത്തു പോകാൻ ഞാൻ ഈ സഭയിലെ മെമ്പറാണ്. അതെങ്ങനെ സഭയിലെ മെമ്പറായെന്ന് വെച്ചാൽ ഇവള് രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ഇവളുണ്ട്,
ഇവള് സ്നാനപ്പെടുമ്പോൾ ഞാൻ ഇവളിലുണ്ട്, ഇവളുടെ കർത്തൃമേശ എടുക്കാൻ ഞാൻ ഇവളിലുണ്ട്, ഇവിടെ എല്ലാ ആഴ്ച സഭാരാധനയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇവളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവൾ എന്ന് സഭയ്ക്കുള്ളിൽ കയറി അന്ന് തുടങ്ങി ഞാനും ഇവളിലുണ്ട്, കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സഭയുടെ മെമ്പറാണ്. അത്രയും വർഷമായിട്ട് അത് വെളിപ്പെട്ടിട്ടില്ല. കാരണം അതിന് വെളിപ്പെടാനായിട്ട് അവൻ മറഞ്ഞ് നല്ല സുഖമായിട്ട് ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ അവനെ കാണാൻ പറ്റുന്ന വെളിച്ചം ആ സഹോദരി ഇരുന്ന സഭയിൽ അതുവരെ പ്രകാശിച്ചിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പോകുന്ന ഇടത്ത്, നമ്മൾ നിൽക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിന്റെ ചലനമില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇടം ഹാലേലിയ ആമി ഹാലേലി എന്താ പറയാ, മരിച്ചവരുടെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വചനം പോലെ ആമി ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, നീ മരിച്ചവനാ. മരിച്ചവരുടെ ഇടയിൽ കിടക്കുകയാണെങ്കിൽ ആമി അവിടെ ജീവനുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല അതുവരെ. അപ്പൊ നമ്മൾ ഹാലിൽ മരിച്ച കൂട്ടായ്മയിലല്ല ഇരിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തിന്റെ ഹാലിൽ സഭയിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ജീവനുള്ള ദൈവത്തിന്റെ സഭ ചലിക്കുന്ന സഭയാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ജീവൻ വെളിപ്പെടും. അവിടെ മരണത്തിന്റെ അനുഭവമല്ല, അവിടെ ജീവന്റെ അനുഭവം. ജീവന്റെ അനുഭവം എന്ന് വെച്ചാൽ എന്താ? ജീവനുള്ളിടത്ത് എന്ത് പറ്റും? നമ്മൾ പറയത്തില്ല, ചില ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജീവനില്ലാത്ത പോലെ നിൽക്കും. കാരണം എന്താ പറയാ, ജീവൻ ഉണ്ടെങ്കിൽ അത് ഓരോ ദിവസം കഴിയും തോറും അത് വളർച്ച പ്രാപിക്കും. അപ്പൊ നമുക്കൊരു വളർച്ച വേണം, ആത്മീയമായി നമുക്കൊരു വളർച്ച വേണം. നമ്മൾ ഇരിക്കുന്ന ഇടത്തിനൊരു വളർച്ച വേണം. ഹാലയിൽ എല്ലായിടത്തും ഒരു വളർച്ച. ആത്മീയമായി നമ്മളിൽ വളർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹാലയിൽ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്ന ഹാലയില് അഭിഷേകത്തിന്റെ തലം, ശുശ്രൂഷയുടെ തലം ഹാലയില് ആമേ നമ്മളിലൂടെ ദൈവരാജ്യത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് വളർച്ചയുണ്ടോ, അത് നമ്മൾ വന്നതുപോലെ 10 വർഷം മുമ്പ് വന്നപ്പോഴും ഇരിക്കുന്ന പോലെ തന്നെയാണോ നമ്മളിൽ ഇരിക്കുന്നത്. കാരണം ആത്മീയമായി വളരാൻ നമ്മളെല്ലാം ആഗ്രഹിക്കണം. എത്രത്തോളം വളരാന്ന് വെച്ചാൽ ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ വളർച്ച നമ്മളിൽ വേണം. ഈ നമ്മൾ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ഈ വളർച്ച വ്യാപിക്കുന്നു. നമ്മൾ നിൽക്കുന്ന ഇടത്തേക്ക് ഇതിന്റെ ഒരു ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഹാലയില്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളിൽ ഒരു വളർച്ച ഉണ്ടാകണം. അതിനെന്ത് വേണമെന്ന് ഏത് നേരത്തും അതിനായി ജാഗരിച്ചും കൊണ്ട് ആത്മാവിൽ ഏത് നേരത്തും സകല പ്രാർത്ഥനയാണ് യാചന, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥന അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഹാലയില്. പ്രാർത്ഥനയിൽ എപ്പോഴും പൂർണ്ണ സ്ഥിരത കാണിക്കണം. യൂദായുടെ ലേഖനം 20-ാം വാക്യം നോക്കാം, അധ്യായമുള്ളല്ലോ. യൂദ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. ആമേൻ. സ്തോത്രം. അടുത്തിടത്തോടെ യൂദാ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ അടുത്ത ആള് പറയുന്നത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കണം. അപ്പൊ നമ്മുടെ വിശ്വാസം അത് അതിവിശുദ്ധമാട്ടോ. ഹാലിലെ. അപ്പൊ അതിവിശുദ്ധ വിശ്വാസത്തെ ഹാലേലിയ ആധാരമാക്കിക്കൊണ്ട് ഹാലേലിയ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഹാലേലിയ അളവനുസരിച്ച് ഹാലേലിയ ആമീൻ ആ വിശ്വാസത്തെ അളവ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആമീൻ നമുക്ക് അത് ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. നമ്മൾ ഓരോ ദിവസം വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ഞാൻ ദിവസം പ്രാർത്ഥിക്കാറുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു വളർച്ചയില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ വളരും.
നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഹാലേലിയ ആമേ ശക്തിയാൽ നിങ്ങളുടെ ഉള്ളിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ് ഹാലേലിയ ഓരോ ദിവസം കഴിയും തോറും ഹാലേലിയ ലെവല് മാറി മാറി വരും. അങ്ങനെ ഹാലേലിയ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു ആൾക്കാർ ഹാലയില്. കാരണം നമ്മളിലിരിക്കുന്ന നമ്മളുടെ ആത്മാവിന്റെ വളർച്ച കണ്ടിട്ട് നമ്മളിലൂടെ വെളിപ്പെടുന്ന പരിശുദ്ധ വിഷയം കണ്ടിട്ട് പലർക്കും ഇത് വേണമെന്ന ആഗ്രഹം തോന്നത്തക്ക രീതി നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകണം. അയ്യോ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കണം, സിസ്റ്റർ വാചാൻ പറയുന്ന പോലെ എനിക്ക് പറയണം, ഹാലയില് സിസ്റ്റർ ശുശ്രൂഷിക്കുന്ന പോലെ എനിക്ക് ശുശ്രൂഷിക്കണം എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരെയും നോക്കിയിട്ട് ആൾക്കാർ പറയാൻ ഇടയാകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ വർധനം ഉണ്ടാകണം. അപ്പൊ നിങ്ങൾക്കൊരു ആത്മീയ വർധനം വരണമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പൊ എങ്ങനെയാ നമുക്ക് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അതിനോട് താല്പര്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ്. ആ വിശ്വാസത്തെ ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ അപ്പോസ്തലൻ യൂദാ പറയുന്ന അത് അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ വിശ്വാസം ചഞ്ചലപ്പെടുന്ന വിശ്വാസം, അല്പവിശ്വാസമോ അല്ലെങ്കിൽ മാറി മറിഞ്ഞു വരുന്ന അപ്പ് ആൻഡ് ഡൗൺ പോലെ വേവ്സ് പോലെ വരുന്ന വിശ്വാസമല്ല, അത് ഉറച്ച വിശ്വാസമായിരിക്കണം. കാരണം നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ വിശ്വാസമായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതിനെ അതിവിശുദ്ധ. അപ്പൊ ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്താൻ ആത്മീയ വർധന വരുത്താൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ തന്നെ സ്വപ്പം. അപ്പൊ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ആത്മീയ വർധനമൊക്കെ വരുത്തുക എന്തിനാന്ന് വെച്ചാൽ ഈ ലോകത്ത് ഏതാണ്ടൊക്കെ നേടാൻ വേണ്ടിയിട്ടല്ല, നിത്യജീവനായിട്ട്. ഈ ലോകത്തൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് നിത്യജീവനുണ്ട്. നമുക്ക് കർത്താവിനോട് കൂടെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ സംശയത്തോടെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നല്ല, ഞാൻ എൻ്റെ കർത്താവിന്റെ അടുക്കിലേക്ക് തന്നെ പോകും എന്ന് പറയാൻ ഉറപ്പ് കാണിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹാലേലിയ നമുക്ക് കുറച്ച് കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹാലേലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് ഉറപ്പുണ്ട്, ഹാലേലിയ അവിടെ നമുക്ക് കഷ്ടമല്ല, അവിടെ നമുക്ക് സന്തോഷമാണ് ലഭിക്കാൻ പോകുന്നത്. സംശയമുണ്ടോ അങ്ങോട്ട് പോകത്തില്ലെന്ന് ആർക്കെങ്കിലും? ഇല്ല. കാരണം എന്താ? നമ്മുടെ പ്രവൃത്തിയാലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാ. ആ രക്തം ഹാലില് നമ്മളെ അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളെ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിന്റെ ശബ്ദം നമ്മൾ കേട്ട് അനുസരിക്കുന്നവരാണെങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഹാലേലിയ. അങ്ങനെ പരിശുദ്ധാത്മാ വാക്ക് കേട്ട് അനുസരിക്കുന്നവർക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ പോലും അവർ തെറ്റ് ചെയ്യുമ്പോൾ, കുറ്റം ചെയ്യുമ്പോൾ ഹാലേലിയ അവരെ ഹാലേലിയ പരിശുദ്ധാത്മ ഗൈഡ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു തരുമ്പോൾ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാകുകയും ദൈവസന്നിധി ഹാലേലിയ അത് സമർപ്പിക്കുകയും ഹാലേലിയ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഹാലേലിയ അത് നിരപ്പ് പ്രാപിക്കുകയൊക്കെ ചെയ്ത് ഓരോ ദിവസവും നമ്മളെ കുറവുകൾ തിരുത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത്. എല്ലാ മനുഷ്യർക്കും കുറവുകൾ വരും, കാരണം നമ്മളൊക്കെ മനുഷ്യർ തന്നെ. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെന്ന് തന്നെ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു അസൂയ, ഒരു കുശുമ്പോ, ഒരു ഉന്നായ്മ എന്തെങ്കിലുമൊക്കെ കയറി വരുമെന്നേ. പക്ഷെ അത് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നവരെ അല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്, അത് മനസ്സിലാക്കി ഉപേക്ഷിക്കുന്നവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന അപ്പൊ ആത്മീയവർദ്ധന, അപ്പൊ നമുക്ക് ആത്മീയവർദ്ധന വ്യക്തി പരിശുദ്ധ നിത്യജീവനാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്ത. അപ്പൊ ദൈവത്തിന്റെ കരുണയാണ് നമ്മളോട് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ മനസ്സലിവ് അതിനോട് തുല്യം വെക്കാൻ ഒന്നുമില്ല. എപ്പോ ഒന്ന് അപ്പ എന്ന് വിളിക്കുമ്പോ ഹാലയിൽ അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിക്കുമ്പോ മനസ്സലിയുന്ന ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. സകല നന്മയും ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവത്തിൽ തിന്മ ഒന്നുമില്ല. ഹാലേലിയ. റോമാലേഖനം 8:26 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. എട്ടാം അധ്യായം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ വായിക്കാൻ, അത് മൊത്തം വരച്ച് വരയ്ക്കാനൊരു സ്ഥലമില്ല. അതിനകത്ത് അതുപോലെ വരച്ചു വെച്ചിരുന്ന ഒരു അധ്യായമാണ്. എന്റെ 26 വാക്യം തന്നെ. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ.
ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആമേൻ. ആമേൻ. ഇവിടെ പറയുന്ന അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പൊ നമ്മൾക്ക് ബലഹീനത ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ ബലഹീന മനുഷ്യരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്നിരിക്കുന്നത്. ഈ ആത്മാവ് എന്ത് വെച്ചാൽ നമ്മൾ ബലഹീനരാകുമ്പോൾ നമുക്ക് വേണ്ടി തുണ നിന്നിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വീണ്ടും പോലെ ഇന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. ഹാലേലൂയ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുന്നത് എന്താന്ന് അറിയാത്തപ്പം ഞാൻ പലപ്പോഴും പറയും, ചില കാര്യങ്ങൾ ദൈവം വെളിപ്പാടിലൊക്കെ ചിലത് കാണിക്കും. എനിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ രാത്രി നമ്മളെ തട്ടുണർത്തുമ്പോൾ എന്താണ് കാര്യം എന്ന് അറിയത്തില്ല. എഴുന്നേറ്റ് ആത്മാവിലങ്ങ് പ്രാർത്ഥിക്കും. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ അറിയാമല്ലോ. അപ്പൊ ആത്മാവ് പ്രാർത്ഥിച്ച് ആത്മാവ് പ്രാർത്ഥിച്ചോളൂ. അല്ല, കാര്യം അറിഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം അറിയാതെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മൾ വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഹാലേലൂയ, ആത്മാവ് നമുക്ക് തുണ നിൽക്കുകയാണ്. കാരണം നമുക്ക് ബലഹീനതകൾ ഉണ്ടാകും. അപ്പൊ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണ നിന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ ദൈവത്തിന്റെ ഹിതം എന്താന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഹല്ലേലൂയ. പണ്ട് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സഹോദരനുണ്ട്. ആ സഹോദരന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ച ആ സഹോദരൻ പ്രാർത്ഥിക്കാൻ പറ്റും. ആമേൻ. പരിശുദ്ധ ആദ്യമേ ഞാൻ നമ്മുടെ പ്രാർത്ഥന വെച്ചാൽ ഹല്ലേലൂയ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് പൊതിച്ചത് ഞാൻ പ്രാർത്ഥന, ദൈവമേ എന്റെ പേര് വിളിക്കല്ലേ, എന്റെ പേര് വിളിക്കുക. ഇതാണ് എന്റെ പ്രാർത്ഥന. കാരണം എന്റെ പേര് വിളിച്ചാൽ ഞാൻ അതൊന്ന് പ്രാർത്ഥിക്കണം. അതെനിക്ക് അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞു, എന്റെ പേര് വിളിക്കില്ലേ പ്രാർത്ഥിക്കാൻ. അതിന് പാസ്റ്റർ ഇന്നാള് പ്രാർത്ഥനയിൽ എന്നാ പറയുന്നത്, അങ്ങനെ പേര് പറഞ്ഞിട്ട് ഇന്നാണ്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തോണ്ട് അവിടെ ചെന്നത് എന്റെ പ്രാർത്ഥന ഇതാണ്, എന്റെ പേര് പറയല്, എന്റെ പേര് പറയല്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോഴും പറഞ്ഞാൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തും. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാനൊരു ദിവസം സഹോദരൻ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അല്ലെ പറഞ്ഞ, ഒരു കാര്യം ചെയ്താൽ സഹോദരി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം പരിശുദ്ധാത്മാവേ എനിക്ക് വായ തുറന്ന് നാവ് ചലിപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ, പരിശുദ്ധാത്മാവിന്റെ നാവിന്റെ കണ്ടോളൂ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഞാൻ പിന്നെ അന്നേരം പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴേ ചാടിക്കയറി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രാർത്ഥനയോട് ഇഷ്ടം വന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണ നിന്നപ്പോഴാണ്, പരിശുദ്ധാത്മ നമ്മുടെ നാവിന്റെ കണ്ട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പൊ എത്ര സമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരു മടിയില്ലാതെ പ്രാർത്ഥിക്കും അല്ലെ. കാരണം മനുഷ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഹാലിൽ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല. പല എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയത്തില്ല. അപ്പൊ അന്ന് അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സഹോദരൻ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഞാൻ സഹോദരി, ഞാനിപ്പോ ഇരുന്നിട്ട് എന്റെ മനസ്സിലെ ആഗ്രഹം, ദൈവമേ എനിക്ക് നല്ലൊരു വീട് കിട്ടണേ, എനിക്ക് നല്ലൊരു വണ്ടി കിട്ടണേ, ഹല്ലേലൂയ. അപ്പം അങ്ങനെയൊക്കെ ഞാനൊന്ന് പ്രാർത്ഥിക്കും. പക്ഷേ പരിശുദ്ധാത്മ അപ്പൊ തന്നെ തൊട്ടടുത്ത നിമിഷം ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ എന്താ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അപ്പൊ പ്രാർത്ഥിക്കും, ഇവനിപ്പോ വീട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവനിപ്പോ വണ്ടിയുടെ ആവശ്യമില്ല, ഇവന് അപ്പൊ വേണ്ടത് എന്താ വിചാരിക്കും ആത്മാ. അപ്പം ദൈവം ഏത് പ്രാർത്ഥന കേൾക്കുമെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ ഈ പ്രാർത്ഥിക്കുന്നത് തന്നെ ദൈവം കേൾക്കത്തില്ല. അപ്പൊ നമ്മൾ എന്തിനാ ഹാലയിൽ സ്വന്തമായിട്ടിരുന്ന് ഈ കാര്യങ്ങളെല്ലാം പോലെ സമയം കളയുന്നത്. ആ നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അപ്രൂവായി കിട്ടും. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാനിടയായി. അതുകൊണ്ട് ഞാൻ അന്ന് തുടങ്ങിയിട്ട് പ്രാർത്ഥിക്കുന്നത്, ഏറ്റവും കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ തന്നെ പ്രാർത്ഥിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും ആലോചിക്കും, ഞാനിരുന്ന് ദൈവമേ അത് തരണേ, ഇത് തരണേ, അത് കിട്ടണേ, ഇത് കിട്ടണേ പറഞ്ഞിട്ട് വെറുതെ സമയം പാഴാക്കണ്ട. എന്തായാലും ഇരിക്കില്ല. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിച്ചോളൂ. ഇങ്ങനൊരു ഹാലയിലെ അന്നിങ്ങനെ പറഞ്ഞത് ഓർമ്മ വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ പറയുന്നത് ആത്മാവം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനയ്ക്ക് തുണ നൽകും. വീണ്ടും പോലെ എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പൊ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, നമുക്ക് വേണ്ടി ഹല്ലേലൂയ, ആമേ ഹല്ലെ, ദൈവത്തോട് ഹല്ലെ, നമുക്ക് വേണ്ടി തുണ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഹല്ലെ പക്ഷപാതം ചെയ്യുന്ന ദൈവത്തോട് ഹല്ലെ, അത് ആമേ അവിടെ പറയുന്നത്, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപരം പക്ഷപാതം ചെയ്യുന്ന ആത്മാവിന്റെ ചിന്ത ഇന്ന് ഹൃദയങ്ങളെ പരിശോധിക്കാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പം ആത്മാവിന്റെ ചിന്ത ഹൃദയങ്ങളെ ദൈവത്തിന് അറിയാം. കാരണം
ആത്മാവും ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കും. ദൈവത്തിന് അപ്പൊ അവിടെ പറഞ്ഞ് ആ വിശുദ്ധ ദൈവഹിതപ്രകാരമാണ് പക്ഷപാതം ചെയ്യുന്നത്, നമ്മുടെ ഹിതപ്രകാരമല്ല. മിനിയുടെ ഇഷ്ടത്തിനല്ല പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്, അല്ല ആത്മാവ് പ്രാർത്ഥിക്കുന്നേ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രാർത്ഥന. അപ്പൊ ദൈവത്തിന്റെ ഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലത് തന്നെയാണ്. ഹാലേലൂയ. പ്രാലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കോ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. അടുത്ത ആള് ഹാലേലൂയ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട്, സ്വർഗത്ത് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സദാ നേരം പക്ഷപാതം ചെയ്യുന്നു. ഹാലലുയ. മഹാപുരോഹിതനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് ഇവന് എന്നേക്കും ഇരിക്കുന്നുണ്ട്, മാറാത്ത പൗരോഹിത്യമാകുന്ന പ്രാപിച്ചില്ല, അതുകൊണ്ട് താൻ മുഖാന്തരമായി. അപ്പൊ നമുക്ക് മാറാത്ത പൗരോഹിത്യമുള്ള എന്നേക്കും പുരോഹിതനായിരിക്കുന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ എവിടെ ഇരിക്കുക? ദൈവത്തിന്റെ വലതു ഭാഗത്ത് സ്വർഗത്തിൽ ഇരിക്കുക. ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഉറങ്ങുവല്ല ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ദൈവത്തോട് അടുക്കുന്ന, ദൈവത്തോട് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ അവിടെ പക്ഷപാതം ചെയ്യുന്നത്. യേശു കർത്താവ് പക്ഷപാതം ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പം ദൈവത്തോട്, അപ്പൊ യേശു കർത്താവിന്റെ രക്ഷയിൽ യേശു കർത്താവിന്റെ രക്ഷ കർത്താവ് യേശു ക്രിസ്തു രക്ഷ പ്രാപിച്ച് ഓരോ ദിവസവും ദൈവത്തോട് അടുക്കുന്നവർക്കായി. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുമോ, നിങ്ങളോട് അടുത്ത് വരുമോ? അപ്പൊ നമ്മൾ ദൈവത്തോട് ഓരോ ദിവസം നമ്മുടെ ഗ്യാപ്പ് കുറഞ്ഞു വരിക ദൈവത്തോടുള്ള. അങ്ങനെ അടുക്കുന്നവർക്കായി, ദൈവത്തോട് അടുക്കുന്നവർക്കായി പക്ഷപാതം ചെയ്ത് സദാ ജീവിക്കുന്നവരാകാൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. അപ്പം സദാ ജീവിക്കുന്ന, മാറാത്ത പൗരോഹിത്യമുള്ള, എന്നേക്കും പുരോഹിതനായിരിക്കുന്ന യേശു കർത്താവ് ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശു കർത്താവ് പക്ഷപാതം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വേറെ കുറെ മധ്യസ്ഥന്മാരെ കൊണ്ടുവച്ചേക്കുന്നത്. കാരണം യേശു കർത്താവ് എന്തായാലും അവർക്ക് മധ്യസ്ഥം വായിക്കത്തില്ലെന്ന് മനസ്സിലായി കാണും. അപ്പൊ വേറെ കുറെ മധ്യസ്ഥന്മാരിരിക്കട്ടെ. ഹാലേലൂയ. ആമേൻ. ഹാലേ. പക്ഷേ മനുഷ്യർക്കും ദൈവത്തിനും തമ്മിൽ ഇടയിൽ ഏക മധ്യസ്ഥനാണ് യേശു അത്ര. അപ്പൊ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥ യേശുവാണ്. അപ്പൊ ഇവരൊക്കെ മധ്യസ്ഥം വഹിക്കുന്ന ആരോടായിരിക്കും എന്ന് ആലോചിച്ചൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കും. മറ്റുള്ള മധ്യസ്ഥന്മാരൊക്കെ ദൈവത്തോട് മധ്യസ്ഥം വഹിക്കാൻ ചെല്ലാൻ പറ്റുമോ? ഇല്ല. ദൈവം പറയും, സോറി മോനെ, ഇവിടേക്ക് ആക്സസ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അയാളുടെ മാത്രം ഇങ്ങോട്ട് എത്തത്തോളം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് നിങ്ങൾക്ക് ആക്സസ് ഇല്ല. അപ്പൊ അവരൊക്കെ മധ്യസ്ഥന്മാരൊക്കെ മധ്യസ്ഥം വഹിക്കുന്നെങ്കിൽ അത് ദൈവത്തോടായിരിക്കത്തില്ല, അവരുടെ ദൈവമായ പിശാചിനോടായിരിക്കും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വലുത് കൊടുത്ത വലുത് കിട്ടുന്നത്. ഹല്ലേലൂയ. കൊടുക്കുന്ന അളവനുസരിച്ച് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന അളവനുസരിച്ചല്ല ലഭിക്കുന്നത്, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസം കഴിയുന്ന നമ്മൾ ദൈവത്തോട് അടുത്ത് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ പ്രിവിലേജ്, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ പ്രിവിലേജ് ഹല്ലേലൂയ, ആമേൻ, ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ സദാ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ഹിതപ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല സിസ്റ്ററെ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്ത ഒരു പ്രശ്നവുമില്ല, വന്നിരിക്കുക. ഹാലേലൂയ. ആത്മാവ് സഹായിക്കും. പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹാലേലൂയ, ആമേൻ, ദൈവസന്നിധിയിൽ ഹാലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സ്വർഗത്തിലാണെങ്കിൽ ദൈവത്തിന്റെ വലത് ഭാഗത്ത് സദാ നമുക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ചാറ്റ് ഭൂമിയിലേക്ക് ചാറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം ചാറ്റിങ്ങിന്റെ ആൾക്കാരല്ലേ, മെസ്സേജ് അയക്കലല്ലേ. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കൊക്കെ എവിടെ സമയം? ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യട്ടെ, ഇച്ചിരി സമയം ഉണ്ടെന്ന് ഫേസ്ബുക്ക് നോക്കട്ടെ, ഇച്ചിരി സമയം ഉണ്ടെന്ന് ഇൻസ്റ്റയിൽ കയറട്ടെ. ഹാലയില്. കാരണം ഇന്ന് എല്ലാവരുടെ സമയത്തെ പിശാച് അപഹരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ യേശു കർത്താവ്, നീ എപ്പോഴും ചാറ്റിങ് ഇല്ല, ഞാൻ ഇവിടുന്ന് നീ മെസ്സേജ് അയക്കാൻ റിപ്ലൈ അയക്കാന്നാണ് പറയുന്നത്. അവിടുന്ന് യേശു കർത്താവ് പിതാവ് ദൈവത്തോട് ചാറ്റ് ചെയ്യുന്നത്, അവൾക്കൊരു ആവശ്യമുണ്ട്,
അപ്പൊ അത് സാധിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങളുടെ ദൈവം എനിക്കിപ്പോ ഇത് സാധിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല. ഹല്ലേലൂയ. നമ്മളുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന വെച്ചാൽ നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക ഫേസ് ടു ഫേസ്. പരിശുദ്ധാത്മാ ദൈവം നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവുമായി ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരാൾ മെസ്സേജ് അയക്കുക, ഇതൊന്നും എനിക്കില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ദൈവത്തെ അടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഒരു വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, അപ്പൊ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഒരു ആത്മീയ വർധനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമുക്കൊരു ആത്മീയ വർധനവ് വേണം. ഒരു ദിവസം ഇന്ന് ഞാൻ പണ്ട് വന്നപ്പോ ഇങ്ങനെയാണ്, എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി എന്നല്ല. ഹാലിയ, നമ്മളിലൂടെ ആത്മീയ വർധന വേണം. നമ്മൾ ഒരിടത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ പറയാം, ഹാല, നമ്മൾ ഒരിടത്ത് കാല് വെക്കുമ്പോൾ അവിടെ അത്രയും നാൾ മറന്നിരുന്ന പൈശാചിക ശക്തി വെളിപ്പെടണം. അത് വെളിപ്പെടണമെങ്കിൽ വെറുതെ വെളിപ്പെടാം. നമ്മളിലുള്ള ആത്മശക്തിയോടെ വെളിച്ചമായിട്ട് വ്യാപരിച്ചാൽ, ആത്മാവ് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു അന്ത്യകാല ഉണർവിനായി നമുക്ക് പ്രയോജനപ്പെടുന്ന ആഗ്രഹമുള്ളവരൊക്കെ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് ഹല്ലേലൂയ. അപ്പൊ നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്താം. നമുക്ക് ആത്മീയ വർധന വരുത്താം. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ ബലമില്ലാതെ നമുക്ക് പറ്റത്തില്ല. ബലവാൻ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നവനാണെങ്കിൽ അവനെ വെളിച്ചത്ത് കൊണ്ടുവരിക നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വ്യാപരിക്കേണ്ട ആത്മശക്തി അവിടെ വെളിപ്പെടണം. നമ്മളിലൂടെ ഇരുട്ടത്തിരിക്കുന്നതിന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ പ്രകാശം കൊണ്ട് ഇരുട്ടിന്റെ മറ നീക്കാൻ പുറത്ത് വന്ന അവന്റെ പണി തീർന്നു കേട്ടോ. അതോടുകൂടി പിന്നെ അവന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ആ വിഷയത്തിൽ നിന്ന് ഒരു വിടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ തന്നെ അത് വിടുതലായെന്ന് പറയുന്നുണ്ട് കാര്യം. കാരണം വെച്ചാൽ അവൻ വെളിപ്പെട്ട് മറഞ്ഞിരിക്കുന്നവനെ അവൻ വെളിച്ചത്ത് കൊണ്ടുവന്ന്, ഇപ്പൊ നമ്മള് കള്ളന്മാരൊക്കെ വരും വീടുകളിൽ കയറാൻ. കള്ളൻ വന്ന് മറഞ്ഞു വീടും. പക്ഷെ ആ വീട്ടുകളുടെ ഉടമസ്ഥൻ അവനെ കണ്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കള്ളന്റെ പണിയെല്ലാം തീർന്നില്ലേ? അന്നത്തോടെ അവൻ അത്രയും നേരം അധ്വാനിച്ച പണിയെല്ലാം തീർന്ന് കണം മേടിച്ച് പിടിച്ച് അതുവരെ കട്ടുണ്ടാക്കി കൊണ്ടുവന്ന് ചിലപ്പം 10 വീട്ടിൽ കയറിട്ടേക്കും 14 വീടായിരിക്കും. ഇവിടെ വെച്ചില്ല വെളിച്ചം വന്ന് അവനെ പിടിച്ചാൽ അന്നത്തെ ദിവസം അവന്റെ അധ്വാനം മുഴുവൻ അവിടെ വെച്ച് തീർന്നു. ചിലപ്പം അവൻ അതുവരെ മോഷ്ടിച്ചത് അത്രയും നാൾ പിടിക്കപ്പെടാത്ത കള്ളനാണെങ്കിൽ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്രയും നാൾ അവൻ എന്തൊക്കെ ചെയ്തിട്ട് അതെല്ലാം വെളിച്ചത്ത് വരും. കാരണം അവന്റെ പ്രവർത്തികളുടെ അവസാനം വന്ന അന്നത്തെ അതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പിശാചും മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നതിന് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഉള്ളിലാണ് കർത്താവ് ഞങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഇത്രയും നാൾ ആ വ്യക്തിയിലിരുന്ന് ആ ഭവനത്തിലിരുന്ന് ഇതുപോലെ അതിനെ തകർത്തുകൊണ്ടിരുന്ന ആ പൈശാചിക ശക്തികൾ വെളിപ്പെടുവാനായിട്ട് നമ്മളൊരു കാരണമാണ്. നമ്മളിലൂടെ ആ വെളിച്ചം വ്യാപരിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ അത് മാനിഫെസ്റ്റ് ആകണം, അവർക്കൊരു വിടുതലാകണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് ദൈവരാജ്യത്തിന്റെ പ്രയോജനപ്പെടാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ കഴിയുന്നത്. നമ്മളൊരാൾക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിയും അവന് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കാൻ നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. ചില രോഗശക്തികൾ അടിമയാക്കി വെച്ചിരുന്ന യേശു കർത്താവ് തന്നെ 18 വർഷമായിട്ട് ഇവള് കൂനിയാസ്, ഇവള് അബ്രഹാമിന്റെ സന്തതിയാണ്, അവക്കൊരു വിടുതൽ ആവശ്യമുണ്ട് എന്ന് പറയുന്ന കർത്താവ് പലരെയും അതുവരെ പിശാചി ബന്ധിച്ചിരുന്ന പലരെയും അഴിച്ചു വിടുന്നത് പോലെ നമ്മളെ പിശാചി ബന്ധിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഒരു വിടുതലായി നമ്മളൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് ഒരു ദിവസം മുന്നേറാം. ദൈവവചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ, സ്തോത്രം. ഗോഡ് ബ്ലസ് യു.